നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം ഒരു 5 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് SUV ആണ്. സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്, അല്ലെങ്കിൽ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് മാർക്കറ്റിൽ SUV ടാഗ് ലൈൻ വെച്ച് വരുന്ന വാഹനങ്ങളൊന്നും SUVകളല്ല. പ്രധാനപ്പെട്ട വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബൊലെറോ, അതല്ലെന്നുണ്ടെങ്കിൽ ഫോർച്യൂണർ, ഗൂർഖ, ജിംനി, അതല്ലെന്നുണ്ടെങ്കിൽ ഥാറ്, ഇതിനെയൊക്കെ നമുക്ക് SUV കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താം. കാരണം അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, അതിൻ്റെ ലാഡർ ഓൺ ഫ്രെയിം എന്നുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് SUV കാറ്റഗറിയിൽ പെടുത്താം. പക്ഷേ ഇന്നിപ്പോൾ വരുന്ന ക്രെറ്റയാണെങ്കിലും സെൽറ്റോസ് ആണെന്നുണ്ടെങ്കിലും ഈവൻ ഇഗ്നിസിനെ വരെ മൈക്രോ SUV എന്നാണ് വിളിക്കുന്നത്. ഒരു കാലത്ത് ഇഗ്നിസിൻ്റെ ബ്രോഷർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വാഹനത്തെ കമ്പനി തന്നെ വിളിച്ചത് ടോൾ ബോയ് ഹാച്ച് ബാക്കിലുള്ള ഒരു വാഹനം എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ വിളിക്കാൻ കഴിഞ്ഞിട്ടും കമ്പനി വിളിക്കാത്തൊരു വാഹനം എന്ന് പറയുന്നത് സിട്രോൻ്റെ C3 എന്ന് പറയുന്ന വാഹനമൊക്കെയാണ്. അതിന് ഇപ്പോഴും ഒരു ടോൾ ബോയ് ഹാച്ച് ബാക്ക് എന്നാണ് കമ്പനി വിളിക്കുന്നത്. പക്ഷേ മറ്റേതെങ്കിലും ഒരു മാനുഫാക്ചർ ആയിരുന്നെങ്കിൽ അതിനെയും SUV എന്ന് വിളിച്ചേനെ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. 2025 നവംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ SUV വാഹനങ്ങളെ 1 മുതൽ 10 വരെ വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻമേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 10ാം സ്ഥാനത്ത് മാരുതി സുസുക്കി നെക്സ ഔട്ട്ലെറ്റിലൂടെ വിൽക്കുന്ന ഒരു വാഹനമാണ്. മിഡ് സൈസ് SUV ആണ്. ഇവിടെ SUV എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും SUV അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുണ്ട്. ഈ ഒരു വാഹനം സ്ട്രോങ് ഹൈബ്രിഡിൽ അവൈലബിൾ ആണ്. 3 സിലിണ്ടർ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയാം. 4 സിലിണ്ടർ സ്ട്രോങ് ഹൈബ്രിഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു വാഹനം എൻ്റെ അറിവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അത് ഹോണ്ട സിറ്റി തന്നെയാണ്. സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം ടൊയോട്ട നിർമ്മിച്ചിട്ട് മാരുതിക്ക് റീബാഡ് ചെയ്യാൻ കൊടുക്കുന്നു. നാച്ചുറലി ആസ്പിറേറ്റഡ് 1.5 ലിറ്റർ എഞ്ചിനുള്ള വാഹനം അത് മാരുതി നിർമ്മിച്ച് ടൊയോട്ടയ്ക്ക് റീബാഡ് ചെയ്യാൻ കൊടുക്കുന്നു. ഗ്രാൻഡ് വിറ്റാര 2025 നവംബർ മാസത്തിൽ 11,339 യൂണിറ്റുകൾ ടോട്ടൽ വിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. 11,42,000 മുതൽ 20,68,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. സ്ട്രോങ് ഹൈബ്രിഡിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 9ാം സ്ഥാനത്ത് ഒരുപാട് വ്യത്യാസത്തോടു കൂടി വന്നൊരു വാഹനമാണ്. വെന്യൂ ആണ്, ഹ്യുണ്ടായുടെ വാഹനമാണ്, നമുക്കറിയാവുന്ന വാഹനമാണ്. K2 പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒറ്റയടിക്ക് K1 പ്ലാറ്റ്ഫോമിനെ മോഡിഫൈ ചെയ്തിട്ട് ചേസസ് ഒക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ എഞ്ചിൻ ഓപ്ഷനിലൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേ മുമ്പുണ്ടായിരുന്ന ഡീസൽ എഞ്ചിൻ നൽകുന്ന അത്രയും മൈലേജ് ഇപ്പോഴുള്ള വെന്യൂവിൻ്റെ ഡീസൽ എഞ്ചിൻ നൽകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എഞ്ചിനിലൊന്നും ഒരു വ്യത്യാസമില്ല. ചിലപ്പോൾ ട്യൂണിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം. വാഹനത്തിൻ്റെ വീൽ ബേസൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. കാരണം സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല ലെഗ് റൂമൊക്കെ ഇപ്പോൾ ഉണ്ട്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടർബോ വേരിയൻ്റ് ഉണ്ട്. അത് N-Line എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങിലാണ് വരുന്നത്. ഡീസലും പെട്രോളും അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് 7,94,000 മുതൽ 13,62,000 വരെയാണ്. ഇനി 8ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് കിയയുടെ വാഹനമാണ്. കോമ്പാക്ട് SUV ആണ്. വെന്യൂവിൻ്റെ ഒരു സഹോദരൻ എന്ന് നമുക്ക് പറയാം, കിയ സോണറ്റ് ആണ്. 2025 നവംബർ മാസത്തിൽ 12,051 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ വെന്യൂ 11,645 യൂണിറ്റാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, പുതിയ വാഹനമാണെങ്കിൽ പോലും. എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്യൂവിൽ കാണുന്ന സെയിം എഞ്ചിനുകൾ തന്നെയാണ് സോണറ്റിലും ഉള്ളത്. 8 ലക്ഷം മുതൽ 15,74,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. പെട്രോളിലും ഡീസലിലും അതുമാത്രമല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടർബോ പെട്രോളും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. എന്നാൽ 7ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ മാരുതി സുസുക്കി വളരെ ഹൈപ്പോട് കൂടി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നൊരു വാഹനം മാരുതി സുസുക്കി വിക്ടോറിസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 നവംബർ മാസത്തിൽ 12,300 യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 10,50,000 മുതൽ 19,99,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഓൾ വീൽ ഡ്രൈവിലേക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. എന്നാൽ 6ാം സ്ഥാനത്തേക്ക് മാരുതി സുസുക്കിയുടെ ബ്രസ എന്ന് പറയുന്നത് ശരിക്കും ഒരു വളരെ മികച്ച ഒരു വാഹനം തന്നെയാണ്. 1500 cc ആണ് അപ്രോക്സിമേറ്റ്ലി ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി. പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, CNGയിലും അവൈലബിൾ ആണ്. ഉടൻ തന്നെ ഈ ഒരു വാഹനത്തിന് ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടും. ചെറിയ കോസ്മെറ്റിക് അപ്ഡേഷൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും. അതിലേറ്റവും പ്രധാനമായിട്ടും CNG എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് വാഹനത്തിൻ്റെ CNG ടാങ്ക് അണ്ടർ ബോഡിയിലേക്ക് കൊണ്ടുവരും. നമ്മൾ വിക്ടോറിസിലൊക്കെ കണ്ടതുപോലെ തന്നെ. 8,64,000 മുതൽ 14,14,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഡീസൽ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2020 മുതൽ മാരുതി സുസുക്കിയുടെ ഒരു വാഹനങ്ങൾക്കും ഡീസൽ ഇല്ല. 2025 നവംബർ മാസത്തിൽ 13,947 യൂണിറ്റുകൾ ടോട്ടൽ ബ്രസയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ്. ഇനി 5ാം സ്ഥാനത്ത് ഫ്രോങ്സ് ഒരു SUV ആണോ എന്ന് നിങ്ങൾ സംശയിക്കും. എന്നാൽ ബലീനോയ്ക്ക് കുറച്ച് ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ട് യൂറോപ്യൻ മാർക്കറ്റിലുള്ള S ക്രോസിൻ്റെ മുഖഭാവത്തോടു കൂടി
വന്നൊരു വാഹനമാണ് ഫ്രോങ്സ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, SUV എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ SUV ആണോ എന്ന് നമുക്ക് തോന്നും. 2025 നവംബർ മാസത്തിൽ 15,058 യൂണിറ്റുകൾ ഈ ഒരു വാഹനം വിറ്റഴിഞ്ഞു എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സെയിൽ നമ്പർ തന്നെയാണ്. ടർബോ പെട്രോൾ അവൈലബിൾ ആണ്, 1 ലിറ്റർ ആണ്. എന്നാൽ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ KTEL N എന്ന് പറയുന്ന എഞ്ചിനോട് കൂടിയിട്ടുള്ളൊരു വേർഷനും ഉണ്ട്. ഇനിയിപ്പോൾ ഫ്ലെക്സ് ഫ്യൂലിലൊക്കെ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും. 7,54,000 മുതൽ 13,06,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. എന്നാൽ 4ാം സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും ദ റിയൽ SUV, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഒരു SUV എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് സ്കോർപിയോ നെയിം പ്ലേറ്റിൽ വരുന്ന 2 വാഹനങ്ങളാണ്. സ്കോർപിയോ ക്ലാസിക്, നമുക്കറിയാം ഡീസലിലും മാനുവലിലും മാത്രമാണ് ആ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സ്കോർപിയോ N, അത് കുറച്ചും കൂടെ പ്രീമിയമാണ്. അതിൽ ഡീസലുണ്ട്, പെട്രോളുണ്ട്, അത് മാത്രമല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർപിയോ ക്ലാസിക് 13,77,000 മുതൽ 17,72,000 വരെയാണ് അതിൻ്റെ ഷോറൂം പ്രൈസിൻ്റെ പ്ലേസ്മെൻറ്റ്. എന്നാൽ സ്കോർപിയോ എന്നിലേക്ക് വരുമ്പോഴത്തേക്കും 13,99,000 മുതൽ 25,15,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഇനി 3ാം സ്ഥാനത്ത് ക്രെറ്റ, അതൊരു SUV ആണോ? ഒരിക്കലും SUV ആണെന്ന് പറയാൻ കഴിയില്ല. അത് ശരിക്കും ഉണ്ടെങ്കിൽ ഒരു മിഡ് സൈസ് SUV എന്നൊക്കെ പറഞ്ഞാൽ പോലും SUV ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറൊന്നുമില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സെഡാൻ ആയിക്കോട്ടെ, കോമ്പാക്ട് സെഡാൻ ആയിക്കോട്ടെ, മൈക്രോ SUV ആയിക്കോട്ടെ, ടോൾ ബോയ് ഹാച്ച് ബാക്ക് വാഹനങ്ങളായിക്കോട്ടെ, അത് മാത്രമല്ല എൻട്രി ലെവൽ വാഹനങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും 1, 2, 3 സ്ഥാനത്ത് തീർച്ചയായിട്ടും എല്ലാ മാസവും ടോപ്പ് 10 കാറുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ക്രെറ്റ ഉണ്ടായിരിക്കും. ക്രെറ്റ അത്രമേൽ ജനപ്രീതി നേടിയൊരു വാഹനം തന്നെയാണ്. K2 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1.5 MPI പെട്രോൾ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഡീസലും ഉണ്ട്. N ലൈൻ എന്ന് പറയുന്ന പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനും അവൈലബിൾ ആണ്. ഇലക്ട്രിക്കിലും ക്രെറ്റ അവൈലബിൾ ആണ്. 2025 നവംബർ മാസത്തിൽ 17,344 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 17,99,000 മുതൽ 24,38,000 വരെയാണ് ടർബോ വേരിയൻ്റ് ആയിട്ടുള്ള N ലൈനിൻ്റെ പ്രൈസിങ്. എന്നാൽ 11,11,000 മുതൽ 20,50,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുള്ള വേർഷൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി 2ാം സ്ഥാനത്ത് ടാറ്റ പഞ്ചാണ്. കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. 1.5 വർഷമായിട്ട് ഇതിന് അപ്ഡേഷൻ വരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനി ഇതുവരെ ഒരു അപ്ഡേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2024 കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ വിറ്റ ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റ പഞ്ച് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ്. 2 ലക്ഷത്തിന് മുകളിൽ യൂണിറ്റുകൾ അന്ന് വിറ്റിട്ടുണ്ടായിരുന്നു. മാരുതിയുടെ ഒരു മേൽക്കോയ്മ ഇല്ലാതാക്കിയത് ഈ ഒരു വാഹനമാണ്. എന്നിട്ട് പോലും കൃത്യമായിട്ടൊരു അപ്ഡേഷൻ കൊടുക്കാതെ എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തെ ഇങ്ങനെ പിന്തിരിഞ്ഞ് വെക്കുന്നത് എന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ വാഹനം തിരിച്ചു വന്നു എന്നുള്ളതാണ്. SUVയുടെ ലിസ്റ്റിൽ മാത്രമാണ് ഈ ഒരു വാഹനം ഇങ്ങനെ മുമ്പോട്ട് വന്നത്. ഈ ഒരു വാഹനത്തെ SUV എന്ന് വിളിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മൈക്രോ SUV കാറ്റഗറിയിൽ SUV എന്ന് പറയുന്ന പദപ്രയോഗത്തിനോട് ഏകദേശം ഒരു നീതി പുലർത്തുന്നൊരു വാഹനം തന്നെയാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. പഞ്ച് ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18,753 യൂണിറ്റുകൾ 2025 നവംബർ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 6,20,000 മുതൽ 10,32,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെ ഷോറൂം പ്രൈസ്. എന്നാൽ 9,99,000 മുതൽ 14,14,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ്റെ ഷോറൂം പ്രൈസ്. ഇനി 1ാം സ്ഥാനത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ അഭിമാനകരമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ടാറ്റയുടെ ന്യൂ ജനറേഷൻ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം സിയറയൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു വാഹനം ഉണ്ടാക്കിയ ചലനം, മാർക്കറ്റിലുണ്ടാക്കിയൊരു ചലനം, തീർച്ചയായിട്ടും അത് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിലിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബേസ്മെൻറ്റ് എന്ന് പറയുന്നത്. 2025 നവംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനം, SUV വാഹനം എന്ന് പറയുന്നത് ടാറ്റ നെക്സോൺ ആണ്. 20,000 മുകളിൽ വിറ്റു. 22,434 യൂണിറ്റുകൾ ഈ ഒരു വാഹനം വിറ്റു. ഡീസലിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, അത് മാത്രമല്ല ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഫ്ലെക്സ് ഫ്യൂവലിലേക്ക് ഈ ഒരു വാഹനം വരാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 8 ലക്ഷം മുതൽ 15,60,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സോടെ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.